എല്ലാവർക്കും ശ്രീരാഗ് റാംബോ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ യമഹയുടെ പുതിയൊരു ബൈക്കിൻ്റെ സ്പൈ ഷോട്ട്സ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് R3 ആണോ R15 ആണോ എന്നാണ് നോക്കുന്നത്. നമ്മളിത് R15 വെർഷൻ 4 ആണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തായിരുന്നു. POWERTWIST പോലുള്ള മാഗസീൻസ് എല്ലാം ഇത് R15 വെർഷൻ 4 അല്ല R3 ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് R3 ആണോ R15 ആണോ എന്നുള്ള ഒരു കമ്പാരിസൺ വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയ R3 അഥവാ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല ഈ R3 ആണ് ഇൻ്റർനാഷണൽ വേരിയൻ്റ് ആയിട്ടുള്ള. ഇതുമായിട്ട് നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന സ്പൈ ഷോട്ട്സ് ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കമ്പാരിസണിൽ മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്സ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ R7ൻ്റെ ലുക്സാണ് ഈ വണ്ടിക്ക് കംപ്ലീറ്റ്ലി വരുന്നത്. R3യുടെ ലുക്കോ R15യുടെ ലുക്കോ കംപ്ലീറ്റ്ലി ചേഞ്ചാണ്. R7ൻ്റെ ലുക്കാണ് വരുന്നത്. എന്തുകൊണ്ട് R3 ആവാൻ ചാൻസ് ഇല്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യമഹ R15 വെർഷൻ 3 ഇറക്കിയപ്പോൾ പോലും ഇൻ്റർനാഷണൽ വേരിയൻറ്റിൽ USB ഫോർക്സ് ആയിരുന്നു, ഇന്ത്യയിൽ അത് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് USB ഫോർക്സ് വെച്ച് R3 ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല എന്ന് ഞാൻ പറയുന്നത്. പ്ലസ് ഇൻ്റർനാഷണൽ സൈറ്റ്സിൽ ഇപ്പോഴും R3 പഴയ R3 തന്നെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഫോർ സെയിൽ അവൈലബിൾ ആണ്. യൂഷ്വലി അവർ പുതിയ ഇൻ്റർനാഷണൽ വേരിയൻറ്റ് ഇറക്കുമ്പോഴത്തേക്ക് പഴയ വേരിയൻറ്റ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഇറക്കുന്നത്. ടെയിൽ ലൈറ്റ് നോക്കുമ്പോൾ നമുക്ക് R15 അതേ ടെയിൽ ലൈറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കാനായിട്ടാണ് തോന്നുന്നത്. പ്ലസ് നമുക്ക് ആ ടയറിൻ്റെ സൈസ് നോക്കുമ്പോഴത്തേക്ക് ടയർ ചെറിയ സൈസാണ്. അതായത് FC-യിലൊക്കെ വരുന്ന ടയർ R15 വരുന്ന ആ ടയർ സൈസ് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. R3 പോലൊരു ബൈക്ക് ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും ടയർ സൈസ് ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. ഓൾസോ നമുക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസ് നോക്കുമ്പോഴും സൈസ് വളരെ ചെറുതായിട്ടാണ് തോന്നുന്നത്. ഓൾമോസ്റ്റ് 300 mm സൈസാണ് R3യിൽ വരുന്നത്. 292 ആണ് വരുന്നത്. R15 വെർഷൻ 4 ആണെങ്കിൽ ആ സൈസ് വരാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ R15 ആണെങ്കിൽ ഇത്രയും സൈസ് വരാൻ ചാൻസ് ഇല്ല. ഓൾസോ നമ്മൾ കമ്പയർ ചെയ്യുന്നത് പറയുമ്പോൾ ഇതിൻ്റെ അലോയ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അലോയ് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അലോയ് നല്ല ചേഞ്ച് ഉണ്ട്. കാരണം നമ്മുടെ യമഹയിൽ ഇപ്പോൾ വരുന്ന അലോയ്സ് എന്ന് പറയുന്നത് FC-യിൽ യൂസ് ചെയ്യുന്ന അതേ സെയിം അലോയ്സാണ് വരുന്നത് R15 പക്ഷേ R3യിൽ അലോയ്സ് വ്യത്യാസമുണ്ട്. R3 എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരിക്കലും അത് ഇത്രയും ചെറിയ ഒരു ഡിസ്ക് ആയിട്ടോ അല്ലെങ്കിൽ തന്നെ ബാക്ക് അലോയ്സ് ഇത്രയും ചെറിയ അലോയ്സ് ഇത്ര ചെറിയ വീൽസായിട്ടോ ഇത്രയും കുറഞ്ഞ സെഗ്മെൻറ്റിലുള്ള വീൽസായിട്ടും ലോഞ്ച് ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല. പ്ലസ് ഒരു ഇൻ്റർനാഷണൽ വേരിയൻറ്റ് വണ്ടി ആയിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. അത് ഒരിക്കലും ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യാനും ചാൻസ് ഇല്ല. ഔട്ട്സൈഡ് ഇന്ത്യ ടെസ്റ്റ് ചെയ്തിട്ടാണ് യൂഷ്വലി ഇന്ത്യയിലോട്ട് ബൈക്ക് വരുന്നത്. പ്ലസ് USB ഫോർക്സ് ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ R3യിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അത് ആദ്യം ലോഞ്ച് ചെയ്തില്ല. പുതിയ ലുക്സിൽ ഇൻ്റർനാഷണൽ ലോഞ്ച് ചെയ്തിട്ട് മാത്രമേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യത്തുള്ളൂ. ആൻഡ് ഓൾസോ ഇത് എന്തായാലും ആ ഒരു സൈസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഇത് R15 വെർഷൻ 4 ആവാനാണ് ചാൻസ്. എന്തായാലും നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാം, നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.